നാനാ പരീക്ഷകൾ വേദനകൾ നന്നായെനിക്കൊന്നുണ്ടായിടിലും നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. അലകൾ പടകിലടിച്ചെന്നാ അല്ലേലൊരൽപ്പവുമില്ലെനിക്ക്. അലകൾ പടകിൽ കടിച്ച നാം അല്ലേലൊരൽപ്പവുമില്ലെനിക്ക്. ആഴിയോ മൂഴിയോ നിർമ്മിച്ച നാഥൻ അഭയമായെന്ന ദിഗിലുണ്ട്. ആഴിയോ മൂഴിയോ നിർമ്മിച്ച നാഥൻ അഭയമായെന്ന ദിഗിലുണ്ട്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. മരണനിഴലിൻ താഴ്വരയിൽ ശരണമായെനിക്കേശുവുണ്ട്. മരണനിഴലിൻ താഴ്വരയിൽ ശരണമായെനിക്കേശുവുണ്ട്. കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെയും. കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെയും. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. മരണനിഴലിൻ താഴ്വരയിൽ ശരണമായെനിക്കേശുവുണ്ട്. മരണനിഴലിൻ താഴ്വരയിൽ ശരണമായെനിക്കേശുവുണ്ട്. കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെയും. കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തും അന്ത്യം വരെയും. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയോ വന്നു തീരും. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയോ വന്നു തീരും. എണ്ണിയാൽ തീരാത്ത വൻകൂപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്ത വൻകൂപകൾ
വന്ദിച്ചു പാദത്തിൽ വീണിടും ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവെ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. അലകൾ പടകിലടിച്ചെന്ന അല്ലൊരൽപ്പവുമില്ലെനിക്ക്. അലകൾ പടകിലടിച്ചെന്ന അല്ലൊരൽപ്പവുമില്ലെനിക്ക്. ആടിയോ മൂടിയോ നിർമ്മിച്ച നാഥനഭയമായെന്നരികിലുണ്ട്. ആടിയോ മൂടിയോ നിർമ്മിച്ച നാഥനഭയമായെന്നരികിലുണ്ട്. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായെനിക്കൊന്നുണ്ടായിടിലോ. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായെനിക്കൊന്നുണ്ടായിടിലോ. നാഥനെയുള്ളത്തിൽ ജനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ജനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ നായകനേശുവെ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസ നായകനേശുവെ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും വന്നു തീരും. വിണ്ണീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും വന്നു തീരും. എണ്ണിയാൽ തീരാത്ത വൻകൂപകൾ വന്നിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്ത വൻകൂപകൾ വന്നിച്ചു പാദത്തിൽ വീണിടും ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ നായകനേശുവെ നോക്കി വിശ്രാമദേശത്തു പോകുന്നു ഞാൻ. നാനാ പരീക്ഷകൾ വേദനകളെല്ലാം മനുഷ്യ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ പലപ്പോഴും നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കാതിരിക്കുമ്പോൾ പരീക്ഷകളുടെ മുൻപാകെ നമ്മൾ ഫെയിലാകും. എങ്കിലും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ ദൈവം വിശ്വസ്തനും നീതിമാനുമാണ്. ദൈവത്തിൻ്റെ ആ കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവകൃപയിൽ നമുക്ക് സന്തോഷിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് സന്തോഷിക്കാം. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആനന്ദിക്കാം. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കാത്തവനെല്ലാം ദൈവത്തിൽ നിന്ന് യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ആമേൻ. ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം. We fail. Utterly we may fail, but keep on trusting that ദൈവത്തിൽ നിന്ന് ലോകത്തെ ജയിച്ചിരിക്കുന്നു. We may fail. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. Not in our victory. We are believing the victory of the Lord Jesus Christ. We may fail. We may utterly fail. But the word of God says, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നല്ലാതെ ആരാകുന്നു ലോകത്തെ
ജയിച്ച ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു. യേശു ക്രിസ്തു തന്നെ ജലത്താൽ മാത്രമല്ല, രക്തത്താലും തന്നെ ആത്മാവ് സാക്ഷ്യം പറയുന്നു. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു. യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ ആത്മാവും സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്. ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്. പുത്രനില്ലാത്തവന് ജീവനില്ല. പുത്രനുള്ളവനോ ജീവനുണ്ട്, പുത്രനില്ലാത്തവനോ ജീവനില്ല. ഹല്ലേലൂയ. ആ സാക്ഷ്യമോ ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാകിയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ഇല്ലാത്തവന് ജീവനില്ല. ആമേൻ. പുത്രനുള്ളവന് എന്തുണ്ട്? ജീവനുണ്ട്. പുത്രനില്ലാത്തവനോ ജീവനില്ല. യേശു ക്രിസ്തു മനുഷ്യരുടെ വെളിച്ചമാണ്. യേശു വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനുമാണ്. പിശാച് അറുക്കുവാനും പിടിക്കുവാനും നശിപ്പിക്കുവാനുമായിട്ട് വരുമ്പോൾ യേശു ക്രിസ്തു വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായി ജീവൻ നൽകുവാനുമാണ് വന്നിരിക്കുന്നത്. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. ഉപസംഹാരം യോഹനാന്റെ ലേഖനമാണ് നാം വായിച്ചു. 1 യോഹനാൻ 5-ാമത്തെ അധ്യായത്തിന്റെ അവസാന പാരഗ്രാഫാണ് നാം വായിക്കുന്നത്. ഉപസംഹാരം. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമുക്ക് നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും പിതാവായ ദൈവത്തോട് യാചിച്ചാൽ അവൻ നമ്മളെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് അവൻ നമുക്ക് അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയുന്നു. സഹോദരൻ മരണത്തിനില്ലാതെ പാപം ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. അപ്പോൾ മനുഷ്യന്റെ ലൈഫില് എന്തെങ്കിലും തെറ്റുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ ഇവിടെ പറയുന്ന സഹോദരൻ മരണത്തിനില്ലാതെ പാപം ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനില്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏത് അനീതിയും പാപം തന്നെ. ഓൾ അൺറൈച്ചസ്നെസ് ഈസ് സിൻ. മരണത്തിനില്ലാതെ പാപം ഉണ്ട് താനും. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പരാജയങ്ങള്, തെറ്റുകള്, കുറ്റങ്ങള്, wherever we are mistaken, let the Holy Spirit help us to away from all kind of failures and തന്നെത്താൻ സൂക്ഷിക്കുവാൻ വേണ്ടി ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥന. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരും പാപം ചെയ്തില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. വേർ വി ആർ, നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലാണ്. നൗ വി ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്.
യേശു ക്രിസ്തുവിലാണ്. ഞങ്ങളോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥനയേക്കാൾ ഉപരിയായ ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വേഗം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ച് കൊള്ളുവീൻ. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. ദൈവത്തിന്റെ തെസ്സലോനിക്കരെ കുറിച്ച് നാം വായിക്കുമ്പോൾ അവര് വിഗ്രഹങ്ങളെ വിട്ട് ദൈവസന്നിധിയിലേക്ക് വന്നുവെന്ന്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു വിഗ്രഹത്തോട് അകന്നുകൊള്ളുവീൻ. വിഗ്രഹം മാത്രമല്ല, ദൈവത്തിന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഏരിയകളിൽ നമ്മൾ ടെംപ്റ്റഡായി ബലഹീനരായി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയാം, ദൈവമേ തന്നെ സൂക്ഷിക്കുവാനുള്ള വലിയ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. മനോവേദന പല ശോധന മമ ജീവിത പാതയാതിൽ മാറാതെ ദിടുമ്പോൾ ആത്മനാഥനാവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതെ ദിടുമ്പോൾ ആത്മനാഥനാവൻ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചും അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചും എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കാറ്റനാവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കാറ്റനാവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചും അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചും ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയാതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയുന്നു. നമുക്ക് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടുത്തില്ല, ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് അടുത്തില്ല. ജോസഫ് അച്ഛന്റെ കൃപാസനത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത്. ധൈര്യത്തോടെ ദൈവത്തിന്റെ കൃപാസനത്തോടെ അവിടെ നമുക്കുള്ള ഉടമ്പടി യേശു ക്രിസ്തുവുമായിട്ടാണ്, പിതാവായ ദൈവവുമായിട്ടാണ്. നമ്മുടെ ഉടമ്പടി എന്താന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവം മറിയമിൽ കൂടെ ഈ ലോകത്തിലേക്ക് തന്റെ പുത്രനെ അയച്ചത് നാം ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുക, നമ്മെ പാപികളാവുന്ന നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി ജസ്റ്റിഫൈ ചെയ്യുക, നീതീകരിക്കുക, ദൈവത്തിന്റെ മക്കളാക്കുക. നമ്മൾ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന പോലെ കർത്താവ് നമ്മളെ പാപം ക്ഷമിച്ച് ദൈവം നമ്മെ ജസ്റ്റിഫൈ ചെയ്ത് ദൈവത്തിന്റെ മക്കളായി തീരുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം തരികയാണ്. അപ്പോൾ ആ ദൈവിക അതോറിറ്റിയിൽ നാം യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷകനുമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നാം ദൈവത്തിന്റെ മക്കളായി തിരികയാണ്. പറയുന്ന അവന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ
കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള കോൺഫിഡൻസ് ആകും, ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയുന്നു. നാം വിശ്വാസത്തോടുകൂടി വിശ്വസിക്കുക. നാം ചോദിച്ച കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. സഹോദരൻ മരണത്തിലല്ലാതെ പാപം ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, എന്നാൽ ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാതെ പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏതനീതിയും പാപമാകുന്നു. മരണത്തിനില്ലാതെ പാപമുണ്ട് താനും. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ നിന്ന് ജനിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യനും പാപം ചെയ്യുവാൻ, ഈ ജഡിക മനുഷ്യനും പാപം ചെയ്യും. സജി എന്ന ഈ ജഡിക മനുഷ്യന് ഈ ജഡത്തിൽ നാം പാപത്തിൽ വീണുപോയി എന്നാൽ ആ ജഡിക മനുഷ്യൻ പാപത്തിന്റെ ലാഞ്ചന, പാപത്തിന്റെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പിറന്നു. കൺമോഹം, ജഡമോഹം ജീവിതത്തിന്റെ. എന്നാൽ ആ ജഡീക മനുഷ്യന് ഈ ജഡീക മനുഷ്യനെ മനുഷ്യനാൽ നിയന്ത്രിക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മനുഷ്യന് പാപം ചെയ്യുവാൻ പാപത്തോട് വിരോധമാണ്. എന്നാൽ ജഡീക മനുഷ്യൻ പലപ്പോഴും മനുഷ്യനെ ചതിക്കും. മനുഷ്യനപ്പോൾ ഹൃദയത്തിൽ വേദന ഉണ്ടാകും. ഇന്ന് രാവിലെയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രയാസം തോന്നി. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അല്ല, ചില സമയത്ത് നമ്മൾ അബദ്ധത്തിൽ വീഴും, നമ്മൾ ടെംപ്റ്റഡ് ആയിത്തീരും, പരാജയത്തിൽ വരും. അപ്പോൾ നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ അറിയാതെ നമ്മളെ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അപ്പോൾ ലാക്ക് ഓഫ് കെയർലെസ്നെസ്, നമ്മെ സൂക്ഷിക്കാതിരിക്കുമ്പോൾ നാം പരാജയപ്പെടുന്നു. തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ ആകുന്നു. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ, അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാണ്. നാം ദൈവം വളരെ ദൂരെയല്ല, നാം ദൈവത്തിലാണ്. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് there is therefore no condemnation those who are in Christ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചോളൂ. നമുക്ക് വിഗ്രഹങ്ങളെ നമ്മളൊന്നും ചെയ്യേണ്ട. വി ഡോണ്ട് നീഡ് എനി വിഗ്രഹങ്ങൾ. നമുക്ക് വിഗ്രഹത്തിന്റെ ആവശ്യമില്ല. കാരണം ദൈവം യേശു ക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവത്തെ ശമരിയക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു. സത്യ നമസ്കാരികൾ മനുഷ്യനായി തീരേണ്ട സ്ഥലത്ത് മനുഷ്യപുത്രനായി ക്രിസ്തുവായി വെളിപ്പെട്ടു. ജോസഫിന്റെ മറിയമ്മിന്റെ മകനായി ജനിച്ചു, പുത്രനായി മനുഷ്യനായി ജനിച്ചു. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടെ നാം പിതാവായ ദൈവത്തെ ആരാധിക്കുക. നമ്മൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തി ഞങ്ങളിൽ വന്നുപോയി അറിഞ്ഞുകൊണ്ട് അറിയാതെയും ഞങ്ങൾ ടെംപ്റ്റഡായി ഞങ്ങൾ പരാജയപ്പെട്ടതെല്ലാം ക്ഷമിക്കണമേ. Cleanse us, Lord. We need your grace, Lord. Forgive us, Lord. Thank you, Father, for all blessing upon us. Let your name may be glorified. പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കുവാനായിട്ട് ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. ദൈവകർമ്മ കൊണ്ട് നിറയ്ക്കണമേ. ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ അച്ഛനായി സ്തോത്ര, മേഖലാച്ഛനായി പ്രാർത്ഥിക്കുന്നു. കാണാൻ പോകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ വിശ്വസതയ്ക്ക്, അവിടുത്തെ സ്നേഹത്തിനുമായി ഇന്ത്യ മഹാരാജ്യത്തെയോ ഞങ്ങൾ പ്രൈം മിനിസ്റ്ററിനായി പ്രസിഡന്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കായി അതെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നെയ്ബറിംഗ് കൺട്രീസ് ഹമാസിന്റെ വിഷയങ്ങളെല്ലാം സെറ്റിലായി തിരുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവിക സമാധാനം ഇസ്രായേൽ മാത്രം ലോകം മുഴുവൻ ഉണ്ടാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്കായി വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ഓസ്ട്രേലിയ, യൂറോപ്പ്, അങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ, എല്ലാ ദ്വീപ സമൂഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്വസ്ഥയും സാവധാനമുള്ള ഭരണത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഞങ്ങളുടെ കുടുംബത്തിനായി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി, ചാർച്ചക്കാർക്കായി, ബന്ധുമിത്രാദികൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഭൗജിമാർക്കായി, ഞങ്ങളുടെ കർത്താവ് എല്ലാ മേഖലകൾക്കായി, അതോറിറ്റീസിനായി നന്ദി പറയും. ഞങ്ങളുടെ രാജ്യം സമാധാനമുള്ള രാജ്യം, ദൈവകൃപയുള്ള രാജ്യമായി വളരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവമാണെന്ന് കൃപ ചെയ്യണമേ. ദൈവത്തിന് നന്ദി. ഞങ്ങളുടെ ഗവൺമെന്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥന. ദേശ ഇലക്ഷനൊക്കെ കടന്നു വരികയാണ്. ദൈവമേ, നീ അവിടുന്ന് സഹായിക്കണമേ. നിർത്തേണ്ടവരെ നിർത്തണമേ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവില് വലിയ സാന്നിധ്യം വ്യാപരിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം
അവിടുന്ന് കൃപ ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിതിനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടനായി നന്ദി പിതാവേ. Thank you, Father, for all blessing upon. Continue to bless us, fill us with your spirit. Thank you for our family, children, and all situations which we are going through. Continue to bless us, fill us with your spirit. Thank you, നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സൗത്ത് ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാം ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്കെതിരായി നിന്ന് വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയിന്മേൽ കാറ്റിയടങ്ങുന്ന കടലെ ശാന്തമാകുക. എല്ലാ എതിരാളികളെ യേശുവിന്റെ നാമത്തിൽ let they may have a proper understanding, Lord. കഴിഞ്ഞ ദിവസം കർത്താവ് കത്തുവയിലും അതുപോലെ ഛത്തീസ്ഗഡിലും ഒറീസയിലും കർത്താവ് ഹരിയാനയിലും വിവിധ സ്ഥലങ്ങളിൽ മധ്യപ്രദേശിലൊക്കെ നിന്ന് ക്രിസ്ത്യാനിറ്റിയെയും ദൈവജനത്തെയും എതിരിടുന്ന എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ. ദൈവം പ്രവർത്തിക്കുക. ഞങ്ങൾ നന്ദി പറയുന്നു. എന്നോട് യാചിച്ചു നോക്കുക, ഞാൻ നിങ്ങൾക്ക് കർത്താവേ ഹല്ലേലൂയ ദേശങ്ങൾ അവകാശമാക്കാവുന്ന ദൈവവചനത്തിനായി നന്ദി പറയും. ദൈവത്തിന്റെ കൃപയെ ഞങ്ങൾ ആശ്രയിക്കുകയാണ് പിതാവേ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. ഞങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ള ആ ധൈര്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആ കർത്താവിൻ്റെ സിംഹാസനത്തിലേക്ക് ഞാൻ ധൈര്യത്തോടെ ബലത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ നീ ഇളവിനെ സഹായിക്കണമേ. ദൈവകൃപ ധാരാളമായി പകരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. Forgive all our shortcomings and drawbacks. Continue to bless us. Fill us with your spirit. മൈക്കിളച്ചനായി സ്തോത്രം. തന്റെ കുടുംബത്തിന് തന്റെ ആവശ്യങ്ങൾക്കായി നന്ദി പറയും. ഞങ്ങളെ ഇതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Thank you, Father. Continue to bless us. Thank you, Father, for hearing our prayer. We pray in the name of our Lord and Savior Jesus Christ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Amen, amen. Thank you.